അപ്പോൾ മലയാളത്തിന്റെ ഓണം റിലീസുകളുടെ ഫസ്റ്റ് എൻട്രി മമ്പ്രക്കൽ അമീർ അലിയായി പൃഥ്വിരാജ് എത്തുന്ന മാസ് ആക്ഷൻ മൂവി ഖലീഫ, ഡയറക്ടർ ബൈ വൈശാഖ്, മ്യൂസിക് ബൈ ജേക്സ് ബിജോയ്. അപ്പോൾ കണ്ടറിങ് ഓഡിയൻസിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് ചോദിച്ചു നോക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് കമന്റ് ഇടുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന 10 പേർക്ക് അടുത്ത ടോക്സിക്കിന്റെ ടിക്കറ്റ് വിൻ ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. കുറേ നാളായിട്ട് 2 ലാക്കിൽ തന്നെ കിടക്കുകയാണ്, ഒന്ന് 3 ലാക്ക് ആക്കിയത്. അപ്പോൾ നമുക്ക് നേരെ ഖലീഫയുടെ റിവ്യൂലേക്ക് പോകാം. വലിയ എക്സൈറ്റ്മെന്റ് ഇതിനകത്തൊന്നും കൊണ്ട് തരാൻ കഴിഞ്ഞിട്ടില്ല. ഡെയിലി ഫസ്റ്റ് ഹാഫ് അല്ലേ ഉള്ളൂ, സെക്കൻഡ് ഹാഫ് നമുക്ക് കാണാം. അമീർ അലിയുടെ പൊട്ടിക്കൽ പരിപാടിയൊക്കെ ഫസ്റ്റ് ഹാഫിൽ തന്നെ വെച്ചിട്ടുണ്ട്. പൊട്ടിക്കല് വലിയ ശബ്ദത്തോടെ പൊട്ടിയിട്ടില്ല. ബാക്കി കണ്ടിട്ട് നല്ല സംഭവം ഉണ്ട്, സംഭവം ഇറക്കുന്നു തോന്നുന്നു. മാസ് ആക്ഷൻ തന്നെയാണ് പിടിച്ചേക്കുന്നത്. മാസാക്ഷൻ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. നമ്മുടെ വൈശാഖിന്റെ മുമ്പത്തെ പടങ്ങളിൽ നിന്ന് മേക്കിങ്ങിന് നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ലൊരു ഓണം ആയിട്ടില്ല, ഒരു ഓണം റിലീസിനുള്ള ഓണത്തിന്റെ ഒരു മൂഡ് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. ബാക്കി ഫസ്റ്റ് ഹാഫ് അല്ലേ ഉള്ളൂ. ഇന്റർവെല്ലൊക്കെ നിർത്തിയിരിക്കുന്നത് ഓക്കെയാണ്. എല്ലാവരും മിഡ് ഫീല് ഇന്റർവെല്ല് കത്തിച്ചിട്ടുണ്ട്. ട്രെയിലറിൽ കണ്ട ഫൈറ്റ് ഒക്കെ തിയേറ്റർ കാണാൻ അതൊക്കെ ഇപ്പം അങ്ങനെ കൊണ്ട് നിർത്തിയേക്കുന്നത് അങ്ങനെ സെറ്റ് ആയിട്ടാണ്. ആക്ഷനൊക്കെ ഓക്കെയാണ്. ഇത്രയും അങ്ങോട്ട് ഏറ്റില്ല, ഇത്രയും അങ്ങോട്ട് റെഡി ആയില്ല. ചമൻ ചാക്കോയും ജേക്സ് ബിജോയും ആണ് അത്യാവശ്യം ചെയ്തു വെച്ചേക്കുന്നത് അതിൽ കണ്ടു വെച്ചിട്ട്. അല്ലാതെ ഒരു വലിയൊരു ഓളം ഉണ്ടാക്കിയിട്ടില്ല. സെക്കൻഡ് ഹാഫിലാണ് പ്രതീക്ഷ. സെക്കൻഡ് ഹാഫ് ആക്ഷൻ ഫൈറ്റിംഗ് സീനൊക്കെ വന്നിട്ട് ഒരു കട്ട്സും കാര്യങ്ങളൊക്കെ കൊള്ളാം. ചമൻ ചാക്കോയും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഇത് വന്നില്ല. അത് സെക്കൻഡ് ഹാഫിലായിരിക്കും. സെക്കൻഡ് ഹാഫിൽ സാധനം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ നോക്കാം. ഒരു നോർമൽ ഗോൾഡ് സ്മഗ്ലിംഗ് സ്റ്റോറി അങ്ങനത്തെ ഒരു സാധനം തന്നെ. നോർമൽ തന്നെ, വലിയ പ്രത്യേകതയൊന്നുമില്ല. ഒരു ഫ്ലാറ്റ് ടൈപ്പ് സ്റ്റോറിയാ. കൊള്ളാം. ഇതുവരെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. സ്റ്റോറി ലൈൻ ബേസ്ഡ് ആണ്. കൊള്ളാം. ഇതുവരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ട് കാണാൻ. ഒരു നല്ല സ്റ്റോറി ആക്ഷൻ പരിപാടിയൊക്കെ കൊള്ളാം. പക്ഷെ നമ്മൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഫുൾ ആക്ഷൻ അങ്ങനല്ല, നല്ലൊരു സ്റ്റോറി ലൈനായിട്ട് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ഹാഫ് ഉണ്ടായാലേ പറയാൻ പറ്റും. സംഭവം ഉണ്ട് എന്തായാലും. എന്തായാലും ഇതുവരെ കിടിലായിട്ടുണ്ട്. ക്യാരക്ടർ ഡ്രിവൺ ആണ്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഈ ഗോൾഡ് സ്മഗ്ലിംഗ് അതിന്റെ ഒരു നമ്മുടെ സ്മഗ്ലിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ട് വരുത്തിയിട്ടുണ്ട്. ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കൊള്ളാൻ. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഇച്ചിരി സ്ലോ ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഇന്റർവെൽ ടൈമിലോട്ട് കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. കൊള്ളാം. ആക്ഷൻ ഫൈറ്റ് ഒക്കെ കൊള്ളാം. പൃഥ്വിരാജ് കിടിലൻ സ്റ്റൈലൊക്കെ കൊള്ളാം. സൂപ്പർ വൻ പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. കൊള്ളാം, കണ്ടോണ്ടിരിക്കരുത്. നൈസ് പരിപാടി. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്. പക്ഷെ എന്നാലും ചമ്മൻ ചാക്കോ, ജേക്സ് ബിജോ ഇതിന്റെ ബലത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് വന്നില്ല. ആ ഒരു സാധനം ആണെങ്കിലും ഒരു പാലത്തിന്റെ സീക്വൻസ് കണ്ടിട്ടില്ല ട്രെയിലർ. അതങ്ങോട്ട് എനിക്കങ്ങോട്ട് സെക്കൻഡ് ഹാഫിൽ ഉണ്ടെങ്കിൽ ഓണം തൂക്കും ഉറപ്പായിട്ടും. പക്ഷെ ഇതുവരെ അങ്ങോട്ടും വന്നിട്ടില്ല. പക്ഷെ ഉറപ്പായിട്ടും കുഴപ്പമില്ല. ആര് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി ഒരു അത്യാവശ്യം ഇനി സെക്കൻഡ് ഹാഫിൽ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് നോക്കാൻ. ട്രെയിലറിൽ കണ്ട ഫൈറ്റും ആക്ഷൻ പരിപാടിയൊക്കെ ഫസ്റ്റ് ഫൈറ്റ് ഒരു നല്ലൊരു ഫൈറ്റ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഫൈറ്റ് അത്ര ഇത് പോയില്ല. ഇനി ചിലപ്പോൾ ഒരു സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ഫൈറ്റ് കാണുമായിരിക്കും. ഒരു രീതിയിലൊക്കെ തന്നെ പോകുന്നുണ്ട്. ക്യാരക്ടർ പൃഥ്വിരാജ് നല്ല രീതിയിലുണ്ട്. നല്ല കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. നല്ല ഓണം തൂക്കാനുള്ള ഇനിയിപ്പോ സെക്കൻഡ് ഹാഫിനെ കഴിഞ്ഞിട്ട് നമുക്കറിയാം. ഹയ്യല്ല ലോ അല്ല, ഒരു മിഡ് ഫീല്. ഒരു പൊട്ടിക്കൽ പരിപാടിയൊക്കെ അമീർ അലി പൊട്ടിക്കൽ അങ്ങോട്ട് എത്തിയിട്ടില്ല. കണ്ടിട്ട് പറയാൻ പറ്റും. നമ്മുടെ നോർമൽ ഒരു ത്രില്ലർ തന്നെയാണ് ഈ ഗോൾഡിന്റെ തീമിൽ വരുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ക്ലീശേ കഥകളൊക്കെ തന്നെ ഇതുവരെ. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. റൊമാൻസ് ഇച്ചിരി ക്രിഞ്ചായിട്ട് തോന്നി, ബാക്കിയെല്ലാം കൊള്ളാം. ആ പ്രതീക്ഷ വൻ ഹൈപ്പ് പരിപാടിയൊക്കെ ഫസ്റ്റ് ഹാഫ് ഉണ്ട്, ഹൈപ്പിനുള്ളുണ്ട്. നമ്മളെ ട്രെയിലർ ഗ്ലിംസിൽ കണ്ടത് ആക്ഷൻ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. മേക്കിംഗ് കിടില്ല. ക്യാരക്ടർ ആർക്ക് കൊള്ളാം. ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് അതിന്റെ ഒരു ഫസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു. ത്രൂ ഒരു മാസ് ആക്ഷൻ തന്നെ പിടിച്ചേക്കുന്നത്. അതെ. ഓക്കെ.